അംഗൻവാടിയിലെ ജോലി കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. 2 ആഴ്ചയായി സാറേ അംഗൻവാടി പൂട്ടിയിട്ടിട്ട്. എൻ്റെ പൊന്നു സാറേ, ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, അതിന് കിടക്കാനൊരു പായ കൊടുത്താൽ മതി, അതെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോളും. ചോദിക്കാനും പറയാനും ആരുമില്ല അല്ലേ? എന്താ സാർ? എന്താണ് ഇവിടെ പരിപാടി? പ്രാർത്ഥനയാണ് സാർ. ഈ നട്ടു വെച്ചിരിക്കുക? എന്താ നിന്റെ പേര്? ബ്രദർ സാംസൺ ജോസ്. ഏത്? ആരുടെ ബ്രദർ? ഇവര് പരാതി തന്നിട്ടാ ഞാനിവിടെ വന്നത്. നീ നിന്നോട് തല്ലേ? നീ എന്തിനാണ് അവളെ തല്ലേ? പറ്റിപ്പോയി സാർ. മാലിനി, ക്ഷമിക്കണം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത മാപ്പ് ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇന്നലെ എൻ്റെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു പോയാണ് സാർ. സത്യമായിട്ട് ഇനി ഉണ്ടാകത്തില്ല. മാപ്പ് മാലിനി, ഇനിയൊന്നും ഉണ്ടാകത്തില്ല സാർ. ദൈവനാമത്തിൽ മാപ്പ് സാർ. സാറിനോട് വരുത്തിയതില്ല. സോറി സാർ. നീ വന്ന് ദൈവനാമത്തിൽ മാപ്പ് സാർ. നിന്നെ കണ്ടറിയാം നീ ഭൂലോക വിളച്ചിലാണ്. അല്ലേ സാർ? ഇനി അവളുടെ മേത്തെങ്ങാനും കൈവച്ച് പിടിച്ചിട്ട് പൊണ്ടോ ഞാൻ കോച്ചും. മനസ്സിലായടാ? മനസ്സിലായി സാർ. മനസ്സിലായോ? മനസ്സിലായി. നിയമം പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. ബ്രദർ, ഞാൻ പോയിക്കോട്ടെ. നീ പ്രയർ ഉണ്ടോ? പോടാ. ഇനി ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വിളിച്ചാൽ മതി കേട്ടോ. ആ ഫോണിൽ തന്നെ ഇതാ എൻ്റെ നമ്പർ, വിളിച്ചാൽ മതി. പോ. അവരെ കണ്ടിട്ട് എന്ത് തോന്നിടാ? എന്ത് പറയാനാ സാറേ? എവിടെയാ സാറേ പ്രശ്നങ്ങളില്ലാത്ത? എന്നെ തന്നെ നോക്ക്. വെള്ളമൊടിച്ചു കഴിഞ്ഞാൽ സജി വെറും കൂറുക. അതിനാൽ എല്ലാ മൊബൈലും സന്തോഷമെല്ലാം തിരച്ചിൽ അവസാനിപ്പിച്ച് മറ്റ് തൊഴിലുകൾക്ക് വേണ്ടിയിട്ട് പോകാൻ തയ്യാറത അറിയിക്കുന്നുണ്ട്. സ്റ്റേഷൻ മൊബൈൽ കൺട്രോൾ. ഹലോ 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 ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ.